അവർ പറഞ്ഞിരുന്നു, അവർ വരുന്നുണ്ട്. അവരോട് വന്നവർ എനിക്കൊരു സ്വീകരണം തന്നു, മുറിക്കാതെ വെച്ചു. അത് ഞങ്ങൾ ഒരു വീട്ടിനകത്ത് നടക്കൊരു പരിപാടി. അവർ വന്നിരുന്നു, എല്ലാവരും വന്നു. അവർ നേരത്തെ തന്നെ അവരിൽ പലരും പ്രവർത്തിക്കുന്നതാണ് കാണുന്നത്. ഞാൻ പോസ്റ്റിൽ എന്തായാലും ഇട്ടുണ്ട്. അവർ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു. അതൊന്നും അത്തരം കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കണ്ട. UDF സീറ്റ് ഒഴിച്ചിട്ട് അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ, അവരുടെ രാഷ്ട്രീയമാണ്. ഒന്നും എന്നോട് ചോദിക്കണ്ട. അവരിന്നലെ വന്ന് പിന്തുണ പറഞ്ഞല്ലോ. ഇവിടുത്തെ മണ്ഡലത്തിലെ ലീഡേഴ്സ് മൊത്തം ഉണ്ടായിരുന്നു. അവർ 16-17 പേര് ഹമീദിന്റെ നേതൃത്വത്തിലാണ്. അവർ പറഞ്ഞല്ലോ. എങ്ങനെ ഞാൻ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പ്രചരണം നടത്തും. അതെ, അതാണല്ലോ ഞാൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്നെ സഹായിക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവർക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ മുന്നോട്ട് വരാം. അതിനൊന്നും നമുക്ക് തർക്കമില്ല. അങ്ങനെയാണല്ലോ കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് വന്നിരിക്കുന്നത്. അവരുടെ ഡയറക്റ്റ് പിന്തുണ തരുന്നത് അത് അവരുടെ പിന്തുണയല്ലേ. അതെ, അതൊന്നും തെറ്റൊന്നുമില്ല. BJP മത്സരിക്കുന്ന സ്ഥാനാർത്ഥി നിർത്തി കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പിന്തുണയ്ക്കുന്നത് എങ്ങനെയാണ് ഷാജാൻ? ഞാൻ ചോദിച്ചതല്ല, നിങ്ങൾ എന്ത് ചോദിക്കുന്നത്? അവര് സ്ഥാനാർത്ഥി നിർത്തി കഴിഞ്ഞു, പിന്നെ എന്നെ പിന്തുണയ്ക്കുന്നത് എങ്ങനെയാണ്? അത് നിങ്ങൾ ചോദിക്കുന്നത് കുറിച്ച് ചോദ്യമാണ്. അതെന്തിനാണെന്ന് എനിക്കറിയാം. അത് വേണ്ട. അത് നിങ്ങൾ കൈരളിയുടെ കൈവച്ചാൽ മതി. കൈരളി സ്ഥാപിക്കാൻ ആദ്യകാലത്ത് വലിയ ഫണ്ട് കൊടുത്താണ്. 21 ലക്ഷം രൂപ ജില്ലയിൽ നിന്ന് പിരിച്ചു കൊടുത്തത്. പാർട്ടി വിട്ടുപോയതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങളോട് വിട്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞു. അല്ല, നിങ്ങളോട് കൈരളിക്ക് ഞാനും കൂടി 10-21 ലക്ഷം രൂപ കൊടുത്തു. അതുകൊണ്ട് നിലപാടിൽ എന്താ മാറ്റം വരുന്നത്? അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത് സന്തോഷമുണ്ടോ നിങ്ങൾ ചോദിച്ചപ്പോൾ സന്തോഷമാണ്. അതിനെന്താ? മനസ്സിലല്ലേ? സന്തോഷമാണെന്ന് ഞാൻ പറഞ്ഞു. അതിനെന്താ? മനസ്സിലായില്ലേ? പക്ഷെ മൂന്നാമൂലം കിട്ടുന്ന കാര്യം ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സ് എല്ലാം രംഗത്തിറങ്ങി പാർട്ടിയുടെ പേര് പ്രവർത്തിക്കുകയാണ്. ഞാൻ വോട്ട് ചെയ്യത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഒരാശയക്കുഴപ്പം എനിക്കില്ല, നിങ്ങൾക്ക് കാണും. കാരണം നിങ്ങൾക്ക് ഉപരിപ്ലവമായ രാഷ്ട്രീയം മാത്രമേ നോട്ടമുള്ളൂ. ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായി. നിങ്ങളുടെ കൂട്ടത്തിൽ ആരും എന്നോട് ചോദിച്ചു അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത് സന്തോഷമുണ്ട്. ഇതത് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. അല്ല, നിങ്ങൾ മാറ്റി പറയുന്നതാണ്. അപ്പൊ ചോദിച്ചപ്പോ സന്തോഷമാണെന്ന് പറഞ്ഞാൽ ഞാനത് എന്തെങ്കിലും ചീത്ത പറയാം? അതെന്ത് തെറ്റ്? ആണോ? ഇതാണ് മറുപടി. ഇതാണ് ചോദ്യം. ഇത് ചോദ്യമാണ്. ഇത് ചോദ്യമല്ലല്ലോ. 3 ഊഴം കിട്ടാൻ പ്രയാസമായിരിക്കും. ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്താണ് ചോദിക്കുന്നത്? അതൊന്നും തീരുമാനിച്ചില്ല. ഇല്ല, ചുവരെഴുത്ത് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും നമ്മൾ അറിയാതെ എഴുതുന്നുണ്ടെങ്കിൽ ഉത്തരവാദി. ഒന്നും തീരുമാനിച്ചില്ല. ആ കാര്യം ഡീറ്റെയിൽസ് തീരുമാനിച്ചു. എന്തായാലും കുറച്ച് മീറ്റിംഗ് പ്രസംഗിക്കും. അപ്പൊ സ്വാഭാവിക വാഹനത്തിൽ പോയിട്ട് വേണമല്ലോ പ്രസംഗിക്കാൻ. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ 4-5 ദിവസം പ്രസംഗിക്കേണ്ടി. അത് മതി. ഒരു കൺവെൻഷൻ എനിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരി, എനിക്ക് ഇലക്ഷൻ കമ്മിറ്റി ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാനാർത്ഥി അല്ല. അവർക്ക് സംഘടിപ്പിച്ചോളൂ. പങ്കെടുത്താൽ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ഒരു കൺവെൻഷൻ ഞാൻ പോയി. എന്റെ കൺവെൻഷൻ അല്ലല്ലോ. മുൻകൈ അല്ല, പിൻകൈ ഇവിടെ. ഞാൻ കൺവെൻഷൻ വിളിക്കുന്നില്ല. ഇലക്ഷൻ കമ്മിറ്റി ഇല്ല. It's diamond time now. Safa Golden Diamonds അവതരിപ്പിക്കുന്നു മിൻസ് ഡയമണ്ട് എക്സിബിഷൻ ആൻഡ് സെയിൽ. സഫയുടെ സ്വന്തം മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിർമ്മിക്കുന്ന ബഡ്ജറ്റിലൊതുങ്ങിയ ഡിഫറന്റ് ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻ. ഡയമണ്ട് കാരറ്റ് വാല്യൂവിലും നേടൂ 10,000 രൂപയുടെ ഡിസ്കൗണ്ട്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റുമ്പോൾ ഗ്രാമിന് 200 രൂപ അധികം നൽകുന്നു. ഓരോ ഡയമണ്ട് ക്യാഷ് പർച്ചേസിനും ലഭിക്കുന്നു സൗജന്യ സ്വർണ്ണ നാണയം. നിങ്ങളുടെ അടുത്തുള്ള സഫ ഷോറൂമുകളിൽ ഈ ഓഫറുകൾ ലഭ്യമാണ്. ഇന്നു തന്നെ സന്ദർശിക്കൂ. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറന്റ് ബൈ ഡിസൈൻസ്.